പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നിസ്തുല്യത അത് ദൈവവചനത്തെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അത് ഉറയ്ക്കുന്നത്. ജീവിതത്തിന്റെ പല മേഖലകളിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടും തളർന്നും ഭാരപ്പെട്ടും ഒക്കെ പോകാറുണ്ട്. അത് മാനുഷികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം, കർത്താവ് ആരാണെന്നുള്ള അറിവ് ഒരുവന്റെ അകത്ത് വന്നാൽ നിരാശപ്പെടുന്നതിന് പകരം നിരാശപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആമേൻ സാധ്യതകൾ മുൻപിലുണ്ട്. പ്രിയപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, അടിക്കപ്പെട്ടത്, തകർന്നത്, നൊറുക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള കർത്താവിന്റെ അസാധാരണ പദ്ധതിയെ നിർവഹിക്കാനായിട്ട്. ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അങ്ങനെ ക്രിസ്തുവിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തവനായ ദൈവം ആമേൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള തെരഞ്ഞെടുപ്പിനെ 2021 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ തന്റെ പുത്രനെ യാഗമാക്കി തീർക്കുവാൻ അയച്ചതിലൂടെ നിവർത്തിച്ചു. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തില് നമ്മുടെ പ്രതീക്ഷയ്ക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ആലോചനകൾക്ക് എല്ലാം അതീതമായി, അതെ അതിനെല്ലാം അതീതമായി നിൽക്കുന്നവനാണ് കർത്താവ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്തി ലിമിറ്റ് ചെയ്ത് ചിന്തിക്കും. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ലിമിറ്റ് ചെയ്യത്തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുകയും ചെയ്യും. മറ്റുള്ളവർ പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത്, നമ്മുടെ ശാരീരികമായ സാഹചര്യങ്ങൾ, നമ്മുടെ മാനസികമായ അവസ്ഥകൾ, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ പറയും എല്ലാം തകർന്നിരിക്കുക, എല്ലാം തീർന്നിരിക്കുക, ഒരു സാധ്യത മുമ്പിൽ. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കും. നമ്മള് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അതിർത്തി എന്ന് പറയുന്നത് അവൻ തന്നെയാണ്. ക്രിസ്തുവാണ് നമ്മുടെ ബൗണ്ടറി. ക്രിസ്തുവിനോളം വളരാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ക്രിസ്തുവാകുന്ന തലയോളം സകലത്തിൽ വളരും. എപ്പോഴാണോ കർത്താവിന്റെ വ്യവസ്ഥയാകുന്ന ബൗണ്ടറി നമ്മളെ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നത്, ആ സമയം വരെ ക്രിസ്തുവാകുന്ന ബൗണ്ടറിയോളം നമുക്ക് വളരാൻ പറ്റും. ആ അതിരോളം നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തന്നിരിക്കുന്ന പ്രമാണങ്ങളിൽ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങൾ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ നിയോഗങ്ങൾ, അതിനെ വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും നമ്മൾ തോക്കത്തില്ല, മുന്നോട്ട് പോകും. ഒരിടത്തും നമ്മൾ തകരത്തില്ല, ശൂന്യമാകത്തില്ല, വീണു പോകത്തില്ല. നമ്മുടെ യാത്ര മുന്നോട്ടാണ്, അസാധാരണമായ നിലയിൽ മുന്നോട്ട്. അത് കർത്താവ് നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതിയാണ്. അത് മാറത്തില്ല. നമുക്കറിയാം, ആദമിനോടും ഹവ്വയോടും കർത്താവ് പറഞ്ഞത്, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അപ്പൊ അവിടെ കർത്താവ് കൊടുത്തൊരു ബൗണ്ടറി, കർത്താവ് കൊടുത്ത ഒരു വേലിക്കെട്ട് എന്ന് പറയുന്നത് ഇതാണ്. ആ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യാതിരുന്നാൽ മതി, മരിക്കത്തില്ല. അതായിരുന്നു ബൗണ്ടറി. ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്തപ്പോ, ആ ഒരു ചുമരിനെ പൊട്ടിച്ചു കളഞ്ഞപ്പോ ആദമിന് സംഭവിച്ച കാര്യം എന്താ? ദൈവമാകുന്ന ബൗണ്ടറി, ദൈവത്തിന്റെ കൂടിരിക്കുന്ന, ദൈവത്തോട് കൂടുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ അവൻ ബ്രേക്ക് ചെയ്തു. നമ്മുടെ ജീവിതത്തില്, ഈ ലോകത്തിൽ എത്രത്തോളം സ്പിരിറ്റിന്റെ ബൗണ്ടറിക്കകത്ത്, ആത്മാവിന്റെ അതിർത്തിക്കകത്ത് നമ്മൾ നിൽക്കുന്നു, അത്രത്തോളം നമ്മുടെ അതിർത്തികൾ സേഫാണ്. പിശാചിനോ രോഗത്തിനോ ശാപത്തിനോ നമ്മളെ തൊടാൻ സാധ്യമല്ല. കാരണം ക്രിസ്തുവാകുന്ന ബൗണ്ടറിക്കകത്ത് നിൽക്കുന്നിടത്തോളം ആമേൻ ഒരു ദോഷവും, ഒരു തിന്മയും, ഒരു അനർത്ഥവും നിങ്ങളെ തൊടുകയില്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. സോ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളോട് തന്നെ നമ്മൾ പറയണം, ഞാൻ കർത്താവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്. ആമേൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഒരനർത്ഥവും ഭവിക്കത്തില്ല. ഒരു ബാധയും അവന്റെ കൂടാരത്തോട് അടുക്കത്തില്ലെങ്കിൽ നാം
അവന്റെ മറവിലോ നിഴലിലോ അല്ല, നാം അവനിലാണ്. വി ആർ ഇൻ ഹിം. നാം അവനിലാണ്. അങ്ങനെ നാം അവനിലാകുന്നിടത്തോളം ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം നാം സുരക്ഷിതരാണ്. ഒരനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ബാധയും കൂടാരത്തോട് അടുക്കത്തില്ല. വചനം പറയുന്നത് എങ്ങനെയാണ്? നിനക്ക് നേരെ ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകും. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല കാര്യങ്ങളും, ആമേൻ, അത് അതിന്റെ ഫ്രൂട്ടിലെത്തത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതിനെല്ലാം നിങ്ങൾ അത്ഭുതം കാണും. ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. യു ആർ ഇൻ ക്രൈസ്റ്റ്. ആ ബോധ്യം നമ്മുടെ അകത്ത് എവറി ഡേ ഒന്ന് ബിൽഡ് ചെയ്താൽ എത്രമാത്രം ജോയ്ഫുൾ ആണ് നമ്മുടെ ജീവിതം. പ്രൈസ് ഗാഡ്. ഒന്നിനും തടയിടാൻ കഴിയാത്ത, ഒന്നിനും ആമേൻ നമ്മളെ ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. ഒരു വലിയ വളർച്ച നമ്മുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. മറക്കരുത് പ്രിയപ്പെട്ടവർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്കറിയാം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മനുഷ്യർ എന്നെ കുറിച്ച് എന്തെന്ന് പറയും? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു അവരോട് ചോദിച്ചൊരു ചോദ്യം, മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയും? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇത് പറയുമ്പോൾ 14-ാം വാക്യത്തിൽ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും യിരെമ്യാവെന്നും പ്രവാചകന്മാർ ഒഴുത്തിനെന്നും ഒക്കെ പറയുന്നു. അടുത്ത ചോദ്യം 15-ാം വാക്യം, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് താമസം കൂടാതെ, ആലോചിച്ച് നിൽക്കാതെ പത്രോസ് മറുപടി പറഞ്ഞു. 16-ാം വാക്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. You are the Christ, the Son of living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മനോഹരമായ മറുപടി. അതിനെ മനോഹരമെന്ന് പറഞ്ഞാൽ പോലെ കറക്റ്റായ മറുപടി, ശരിയായ കണ്ടെത്തൽ. എന്നാൽ അതിനെ കണ്ടെത്തലായിട്ടോ മറുപടിയായിട്ടോ പറയുന്നതിനപ്പുറത്ത് കർത്താവ് പറയും, ഇത് വെളിപ്പാട്. ദിസ് ഇസ് റെവലേഷൻ. അറിവുകള് നാം അറിയുന്നതോടുകൂടെ ആ അറിവായി മാറുന്നു എന്ന് മാത്രമേ. എന്താണോ സംഭവിച്ചത് അതിനെക്കുറിച്ച് അറിവ്. പക്ഷെ വെളിപ്പാട് അങ്ങനെ. വെളിപ്പാട് നമ്മളെ മാറ്റും, ചുറ്റുപാടുകളെ മാറ്റും. ഇപ്പൊ ഇവിടെ പത്രോസിന് കിട്ടിയത് അറിവല്ല, വെളിപ്പാട്. എന്താണ് വെളിപ്പാട്? ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ അറിവ് കിട്ടിയ പത്രോസിന് കർത്താവ് പത്രോസിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, തുടർന്ന് കർത്താവ് പറയുന്നൊരു കാര്യം 18-ാം വാക്യം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസ് ആകുന്നു. അപ്പൊ അവിടെ ശീമോൻ, ബർയോന ശീമോൻ, യോനയുടെ മകനാകുന്ന ശീമോൻ എന്നാണ് പത്രോസിനെ വിളിച്ചത്. എന്നാൽ കർത്താവ് അവന്റെ പേര് മാറ്റി പറയുന്നു, നീ പത്രോസ് ആകും. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പത്രോസിന്റെ വെളിപ്പാട്, അവിടെ പരിശുദ്ധാത്മാവിൽ കർത്താവ് പറയുന്നൊരു കാര്യം ഇതാ, ഈ വെളിപ്പാടുണ്ടല്ലോ, ഇത് പിതാവ് നിനക്ക് തന്നതാണ്. പിതാവ് നിന്റെ ഹൃദയത്തെ തുറന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ഈ വെളിപ്പാടിന് പുറകിൽ ഒരു വലിയ ദൈവിക നിയോഗം പത്രോസിന് മേൽ വീണിട്ടുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അതായത് പത്രോസിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് കിട്ടി. എന്താണ് വെളിപ്പാട്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടി.
ആ പത്രോസിനെ നമുക്കറിയാം, മറുരൂപ മലയിൽ ചെന്നപ്പോ പത്രോസോട് നമുക്ക് ഇവിടെ ഇരിക്കാം, ഞാൻ 3 കൂടുതൽ ഉണ്ടാക്കും. പിന്നത്തേതിൽ പത്രോസ് പറഞ്ഞത്, ആരെല്ലാം നിന്നെ വിട്ടേച്ചു പോയാലും ഞാൻ പോകത്തില്ല. കർത്താവ് പറഞ്ഞില്ല, നീ ഇന്ന് രാത്രി 3 വട്ടം എന്നെ തള്ളിപ്പോ. ഈ വെളിപ്പാടിന് തൊട്ടു പിന്നാലെ 16-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, യേശു പത്രോസിനെ സാത്താനെ എന്ന് അഭിസംബോധന ചെയ്യും. പത്രോസിനെ അല്ല, പത്രോസിൽ വന്ന ചിന്തയെ. അപ്പൊ പത്രോസിന് പെട്ടെന്നുണ്ടായ ഒരു മാറ്റം, നീ പത്രോസ് ആകുന്നു എന്നാണ് അവനെ അഭിസംബോധന ചെയ്തത്. അതേ സ്ഥലത്ത് കർത്താവ് പിന്നെ പറയുന്നു സാത്താൻ. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ കർത്താവ് പറഞ്ഞു, നീ മനുഷ്യർക്കുള്ളത് അത്രയും ചിന്തിക്കുന്നത്. യേശുവിന്റെ ക്രൂശുമരണ പുനരുത്ഥാനത്തെ കുറിച്ച് യേശു പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞ കാര്യം, അത് ഒരിക്കലും സംഭവിക്കരുത്, അത് സംഭവിക്കരുത്. കർത്താവ്, നീ മനുഷ്യർക്കുള്ളതാ ചിന്തിക്കുന്നത്, ഞാൻ വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ട്. ഉടൻ തന്നെ മറുപടി കർത്താവിൽ നിന്നുണ്ടാകുന്നത് ഇങ്ങനെ, സാത്താനെ എന്ന് അഭിസംബോധന ചെയ്യുക. അപ്പോ ചിന്തിച്ചു നോക്കുക, ശീമോൻ പെട്ടെന്ന് പത്രോസായി, പെട്ടെന്ന് വേറൊരു നിലയിലേക്ക് വന്നു. വെളിപ്പാട് ലഭിച്ച ശീമോൻ പത്രോസായിട്ട് മാറി. മനുഷ്യർക്കുള്ളത് ചിന്തിച്ചവനായ ശീമോൻ സാത്താന്റെ പ്രതിരൂപമായിട്ട് മാറി. സാത്താനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്, വളരെ പ്രാധാന്യമർഹിക്കുന്നു. പത്രോസിന് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട് കിട്ടിയ പത്രോസിനോട് കർത്താവ്, നീ പത്രോസാ. ആ ശീമോനോട് കർത്താവ്, നീ പത്രോസാ. എന്നാൽ ആ വെളിപ്പാട് കിട്ടിയ ശീമോൻ തെറ്റിപ്പോയി, കർത്താവിനെ തള്ളിപ്പറഞ്ഞു, 3 വട്ടം തള്ളിപ്പറഞ്ഞു. നമുക്കറിയാം, പിന്നത്തതിൽ ശിഷ്യന്മാരെയും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വീണ്ടും മീൻ പിടിക്കാം. അപ്പൊ ഇവിടെല്ലാം യേശുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ പത്രോസ് തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ, അതെ, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടി, അത് നല്ലതാണ്. അത് നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കാൻ നല്ലതാണ്. നിശ്ചയമായിട്ട് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന നിങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളിൽ അസാധാരണ വീര്യപ്രവൃത്തികൾ നടക്കും, സംഭവിക്കും. കാരണം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാടോടെ നിങ്ങൾ നിൽക്കുന്നത്. സംഭവിച്ചിരിക്കണം, സംഭവിക്കണം. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച ഈ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയും മീൻ പിടിക്കാൻ പോവുകയും പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കണ്ടിട്ട് പോലും വീണ്ടും ആ പഴയ പണിക്ക് തിരിച്ചുപോയ പത്രോസ്, മലമുകളിൽ കയറി ഇവിടെ തന്നെ ഇരിക്കാമെന്ന് ആഹ്വാനം ചെയ്ത പത്രോസ്, കർത്താവെ അങ്ങ് ഒരിക്കലും മരിക്കരുതെന്ന് ദൈവിക പദ്ധതിക്ക് വിരോധമായ ആലോചന പറഞ്ഞ പത്രോസ്, ആ പത്രോസിന് അകത്ത് യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ആരാണ് എന്നുള്ള വെളിപ്പാട് ലഭിച്ചവനല്ല കർത്താവിനോട് പ്രയോജനപ്പെടുന്നത്. കർത്താവിനോട് പ്രയോജനപ്പെടുന്ന ആരാന്നറിയോ? അവരവരെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുകയും നമ്മെ കുറിച്ച് നമുക്കൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് എന്താണെന്നറിയോ? യേശു ദൈവപുത്രനായിരിക്കുന്ന പോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്ന പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഞാനും ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പൈതല. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമ്മളോട് കാണിച്ചു. അപ്പൊ പിതാവിന്റെ വലിയ സ്നേഹം നമ്മളെ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് കൊണ്ടുപോകും. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. റോമാലേഖനം 8:14 പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ
5-ാം വാക്യം 6-ാം വാക്യം, നിങ്ങൾ മക്കളാകിയാൽ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് പകർന്നിരിക്കും. അതേപോലെ തന്നെ റോമാലേഖനം 8-ാമത്തെ 15-ാം വാക്യം പറഞ്ഞു, പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കും. ഹലോ, അപ്പോ നമ്മളെ മക്കളാക്കി തീർത്തു, പുത്രന്മാരാക്കി തീർത്തു. എബ്രായ ലേഖനം 2-ാമത്തെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ കർത്താവ് തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്ന കാര്യം. അപ്പൊ അവിടെ അനേക പുത്രന്മാരെ, പത്രോസിന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടി. ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള അറിവ് പത്രോസിനകത്തു. എന്നാൽ ആ പത്രോസ് പലപ്പോഴും തെറ്റിപ്പോയി. പക്ഷെ എന്നാൽ പത്രോസ് മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവന്റെ മേൽ വന്നപ്പോ ആത്മാവ്, ഹല്ലേലൂയ, റോമാലേഖനം 8-15 കാണുന്ന ഇങ്ങനെ, പിന്നെയും നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ, സൺ, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ആൻഡ് സൺഷിപ്പ്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത്, ചിന്തിച്ചു നോക്കുക. യേശു ക്രിസ്തുവിന് സ്വർഗീയ പിതാവിനെ പിതാവ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും എനിക്കും അവനെ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുക. അപ്പൊ ആത്മാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യം അത്, ആത്മാവ് വെളിപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് നമുക്ക് 1 കൊരിന്ത്യർ ലേഖനത്തില് അതിന്റെ 2-ാം അധ്യായം 9-10 വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ 10-ാം വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് കർത്താവ് വെളിപ്പെടുത്തി തന്ന കാര്യം, നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, അതിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മള് അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, മുട്ട ചോദിച്ചാൽ നിങ്ങൾ തേളിനെയോ, അപ്പം ചോദിച്ചാൽ കല്ലോ, മീൻ ചോദിച്ചാൽ പാമ്പിനെയോ കൊടുക്കാറില്ല നിങ്ങൾ. അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ഒരു വ്യക്തി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്നത് സൗഖ്യമല്ല, പരിശുദ്ധാത്മാവിന് കൊടുക്കുക. ഒരു വ്യക്തി സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ സാമ്പത്തികമല്ല കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവിന് കൊടുക്കുക. ഒരു വ്യക്തി ഒരു വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആത്മാവിനെ പകരുക. എന്താണ് ഈ ആത്മാവ് ചെയ്യുന്ന ജോലി? ആത്മാവ് വെളിപ്പാട് കൊടുക്കും. എന്താണെന്നറിയാം, അവനിൽ നൽകിയിട്ടുള്ള വെളിപ്പാട്. അതായത് അവനും ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ മകനാണെന്നുള്ള വെളിപ്പാട് അവന്റെ അകത്തേക്ക് വരും. യെസ്, ആ വെളിപ്പാട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. പ്രൈസ് ഗോഡ്. ആ മേഖല നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പ്രൈസ് ഗോഡ്, ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് പലതരത്തിലുള്ള എന്താ പറയുക, വെല്ലുവിളികൾ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ മറക്കരുത്, ആ വെല്ലുവിളികൾക്കൊന്നും നിങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പ്രിയമക്കളാണ്. അപ്പൊ ആ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. അപ്പൊ അത്ഭുതം പ്രാപിക്കാനുള്ള യോഗ്യത. പക്ഷെ അവനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചപ്പോൾ അവൻ അത്ഭുതം ചെയ്യുന്നവനായിട്ട് മാറി. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും കുറിച്ചുള്ള വെളിപ്പാടല്ല, ക്രിസ്തു നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാടാണ് നിങ്ങൾക്ക് വേണ്ടത്.
ആ വെളിപ്പാട് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് സാഹചര്യങ്ങൾ മാറുന്നത്, അവസ്ഥകൾ മാറുന്നത്. ആമേൻ. ദൈവത്തിന്റെ മക്കളാ. ക്രിസ്തുവിന്റെ വെളിപ്പാട് ലഭിച്ച പത്രോസ് പല സ്ഥലത്തും വീണു പോയെങ്കിൽ, തന്റെ അകത്തുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച പത്രോസ് പിന്നെ വീണില്ല. അവൻ മുടന്തനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, 40 വയസ്സോളം അവനുണ്ടായിരുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് തരിക. ഹല്ലേലൂയ. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം, യേശുവിൽ അന്ന് വെളിപ്പെട്ട അതേ ആത്മാവിന്റെ ശക്തി എന്റെ അകത്തിരിപ്പുണ്ട്. അതേ പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ അകത്തിരിപ്പുണ്ട്. അതേ അഭിഷേകം എന്റെ അകത്തിരിപ്പുണ്ട്. അന്ന് 38 വർഷം കുളക്കരയിൽ കിടന്നവനെ ഒരു വാക്കുകൊണ്ട് കർത്താവ് സൗഖ്യമാക്കി. അതെ, അതേ കർത്താവിന്റെ പുത്രത്വം എന്റെ അകത്തിരിപ്പുണ്ട്. യെസ്. ഏലിയാവ് എടുക്കപ്പെട്ടപ്പോ ഏലിശ പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചിട്ട് ചോദിച്ചിട്ട് ചോദ്യമുണ്ട്, ഏലിയാവ് എടുക്കപ്പെട്ടു. യെസ്. പക്ഷെ ഏലിയാവിന്റെ ദൈവം എവിടെ? എനിക്കൊരു അത്ഭുതം കാണണം. ഏലിയാവിന്റെ സാന്നിധ്യോടെ വേണ്ട, ഏലിയാവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യോടെ വെളിപ്പെടുമ്പോൾ ഈ യോർദാൻ ഏലിയാവിലൂടെ എന്ത് സംഭവിച്ചോ അത് തന്നെ ഏലിശയിൽ കൂടെ സംഭവിക്കും. കാരണം ഏലിയാവിൽ വസിച്ച അതേ ആത്മാവാണ് എന്റെ അകത്തിരിക്കുന്നത്. ആ ബോധ്യത്തിലെ ഏലിശ അവിടെ വിളിച്ചു ചോദിക്കുന്നത്, ഏലിയാവിന്റെ ദൈവം എവിടെ? പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ക്രിസ്തുവിന്റെ അതേ ആത്മാവ് എന്റെ അകത്തിരിപ്പുണ്ട്. റോമാലേഖനം 8:11 പറയുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കും. അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കും. ആ പത്രോസിന് എപ്പോഴാണ് ആ ബോധ്യം വന്നത്? പത്രോസ് മുടന്തന്റെ അടുത്ത് വന്നപ്പോ മുട്ടിടിച്ചില്ല. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞു. മരിച്ച അടുത്ത ശുശ്രൂഷകൾക്ക് റെഡിയാക്കി കടത്തിരിക്കുന്ന ബോഡി, തബിതയുടെ ശരീരം. അപ്പോസ്തല പ്രവൃത്തി 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഈ മുടന്തന്റെ സൗഖ്യത്തെ കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം വാക്യത്തിൽ പത്രോസ് ശവത്തിന് നേരെ തിരിഞ്ഞു, തബിത എഴുന്നേൽക്കാന്ന് പറഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ എഴുന്നേൽക്കുന്ന പോലെ തബിത എഴുന്നേറ്റു, പത്രോസിനെ കണ്ടു. എപ്പോഴാണെന്നറിയാമോ? പത്രോസിന്റെ അകത്ത് വെളിപ്പാട് കിട്ടി. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ് എന്റെ അകത്തുണ്ട്. യേശുവിനുണ്ടായിരുന്ന അതേ പുത്രത്വം എനിക്കുമുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. ഒരു കാരണവശാലും ആ വലിയ വെളിപ്പാട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. കർത്താവിന് വിലയേറിയ മക്കളാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഹല്ലേലൂയ നല്ലതാണ്. പക്ഷേ നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആ വെളിപ്പാടുള്ളവനാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രോഗമോ ഭാരമോ പ്രയാസമോ നിരാശയോ നിങ്ങളെ വാഴുന്നെങ്കിലും ഇന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഹല്ലേലൂയ, ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് എന്റെ അകത്തിരിക്കുക. എന്റെ അകത്തിരിക്കുക. ഒരു ദാരിദ്ര്യവും ഒരു രോഗവും ഒരു ശാപവും ഇന്ന് നിങ്ങളെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടിരിക്കുകയാണോ? ഭയന്നിട്ട് ഇല്ല. ആ ഭയപ്പെടുന്ന അനർത്ഥം നിങ്ങൾക്ക് വരികയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം നിങ്ങളുടെ ശിരസിനെ മേൽ പകർന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. കർത്താവിനുള്ള ബോധ്യത്തോടെ എഴുന്നേൽക്കുക. കർത്താവ് നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. അതേ കർത്താവെ, അവരിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് കൊടുക്കണം. അവരിലുള്ള രോഗത്തെക്കുറിച്ച് അവർക്കറിയാം, വേദന അറിയാം, അവരുടെ ജീവിതത്തിലുള്ള ശാപങ്ങളെ അവർക്കറിയാം, കാരണം അവർ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് അവരുടെ അകത്തുണ്ടാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ, യേശുവിൽ ഉണ്ടായിരുന്ന അതേ ക്രിസ്തുവിന്റെ ആത്മാവും
അവരിൽ വസിക്കുന്നെന്ന് തിരിച്ചറിവോട് ഇന്ന് പ്രതികൂലങ്ങളെ കുട്ടഞ്ഞു കളഞ്ഞ് അവർ എഴുന്നേൽക്കട്ടെ. ബലഹീനതകൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ദാരിദ്ര്യം മാറട്ടെ, പ്രതിസന്ധി മാറട്ടെ, നിരാശ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ആ ശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരൊക്കെ രോഗികളായിട്ടുണ്ടോ ഇപ്പോൾ തന്നെ അവരിൽ അസാധാരണ സൗഖ്യമുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. കർത്താവ് വിടുവിച്ചതിനായിട്ട് നന്ദി. അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം കർത്താവ്. കുടുംബങ്ങളായിട്ട് അവരെ മാനിക്കണം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുവാൻ, നിൽപ്പാൻ, പ്രയോജനപ്പെടാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. എന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ദൈവവചനത്തിന്റെ ആമേൻ അസാധാരണമായ ആമേൻ ഹല്ലേലൂയ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. നമ്മള് ചിന്തിക്കുന്നതിനപ്പുറം, നമ്മള് വിചാരപ്പെടുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തെ നടത്താനായിട്ട്, നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റാനായിട്ട് കർത്താവിന് കഴിയും. കർത്താവിന് കഴിയും. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ നിരാശപ്പെട്ടു പോകുന്ന കർത്താവിന്റെ പദ്ധതിയില്ല. നിങ്ങൾ ലജ്ജിച്ചു പോകുന്ന കർത്താവിന്റെ പദ്ധതിയില്ല. അപ്പൊ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ ഉള്ളവരെ കുറിച്ച് നല്ല അറിവുണ്ട്. അഭിഷിക്തന്മാരെ കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിവുകളുണ്ട്. ചില സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിവാണ്. എന്നാ പ്രിയപ്പെട്ടവർ, ആ അറിവിന് ഉപരിയായി, അതീതമായി നാം എപ്പോഴാണോ വെളിപ്പാട് കൊണ്ട് നിറയുന്നത്, ആ വെളിപ്പാട് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹല്ലേലൂയ, നാമും അസാധാരണ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി മാറുന്നത്. ദൈവത്തിനെല്ലാം സാധ്യമെന്ന് പറയുന്നത് നാച്ചുറലാണ്, അത് സാധാരണ കാര്യം. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ എല്ലാം സാധ്യമാണെന്ന് പറയുന്നത് അതാ സൂപ്പർ നാച്ചുറൽ. അതെ, ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളിലൂടെ, ക്രിസ്തുവിൽ വസിക്കുന്ന നിങ്ങളിലൂടെ അനേകരുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന അഭിഷേകം വെളിപ്പെടുന്ന നാളുകളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ. നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ പദ്ധതി വലുതാ, അസാധാരണമായത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ. ആമേൻ. ആ തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകും. നിങ്ങളൊരു അത്ഭുതമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഈ കൂട്ടായ്മയുടെ, ഈ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെയും നിങ്ങളെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ച് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഒരു അനുഗ്രഹവും അടയാളവും സാക്ഷ്യമായി കർത്താവ് നൽകട്ടെ. God bless you. Amen.